കൊല്ലം ബീച്ചിൽ കെട്ടിയിരുന്ന താൽക്കാലിക കടകൾ പൊളിച്ചു നീക്കി. രാവിലെയാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്ലീൻ സിറ്റി മാനേജർ അടക്കമുള്ള സംഘം കടകൾ പൊളിച്ചു നീക്കിയത്. പൊളിച്ചു നീക്കുന്നതിന് മുൻപ് പലതവണ അറിയിപ്പ് നൽകിയിരുന്നതായും എടുത്തുമാറ്റാൻ കഴിയുന്നവ കൊണ്ടുപോകാൻ ഉടമസ്ഥർക്ക് അനുമതി നൽകിയിരുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബീച്ചിലെത്തുന്നവർക്ക് ഇരിക്കാൻ ആവശ്യമായ സ്ഥലം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അനുമതിയില്ലാതെ കടകൾ പെരുകിയെന്നും ഇതിനാലാണ് പൊളിച്ചു മാറ്റിയതെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. അനധികൃതമായി നിർമ്മിച്ച കടകളിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ബീച്ചിലും പരിസരത്തും വ്യാപകമായി തള്ളിയിരുന്നതായും മാലിന്യം അലക്ഷ്യമായി കത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന സമീപനം കോർപ്പറേഷൻ ഉപേക്ഷിക്കണമെന്നാണ് കടയുടമകളുടെ ആവശ്യം. കടകൾ പൊളിച്ചു നീക്കിയതോടെ കടയുടമകളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. അറിയിപ്പം തന്നിട്ടില്ല മോനെ, ഞങ്ങളെ ഇരുന്നിരിക്കുന്ന കോർപ്പറേഷൻ 16 വർഷം കൊണ്ട് ഈ ബീച്ചിലിരിക്കുക. ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. ഇനി എന്തോ മാർഗം ചെയ്യണം? അതല്ലേ അവർ ഞങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവർ അവിടെ ഇരുത്തട്ട്, ഞങ്ങളവിടെ പോയി ഇരിക്കാം. അല്ല പിന്നെ ഞങ്ങൾ എന്തോ പറയാനാ? എന്നിട്ട് അങ്ങനെ ഞായറാഴ്ച മേയർ വന്നതാണ്. മേയർ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കടയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എവിടെ പോയി ജീവിക്കണം? ആ ജീവിതം ഒന്ന് പറഞ്ഞതാ. 5 ലക്ഷം രൂപയുടെ കടക്കാരിയാണ്. എനിക്ക് വീടില്ല, എനിക്ക് എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഞാൻ സുഖമില്ലാത്ത ഒരു കാല് കമ്പ്യൂട്ടർ അടുത്ത കാല് കമ്പ്യൂട്ടാൻ പോവുക. ഇവരെനിക്ക് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം. കോർപ്പറേഷനിൽ 5 ലക്ഷം രൂപയുടെ കടം, കോർപ്പറേഷൻകാർ ഞങ്ങൾക്ക് ലോൺ തന്നാണ് ബിസിനസ് നടത്തുന്നത്. നിയമം ഒരുപോലാണെങ്കിൽ സാറിന് ഞാൻ കൊണ്ടുവന്ന് സ്ഥലങ്ങൾ കാണിച്ചു തരാം. സാറിന് നട്ടലുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളുടെ സാറേ, ഞങ്ങളെപ്പോലുള്ള സാധപ്പെട്ടവർക്ക് മാത്രമുള്ള ഉദ്യോഗസ്ഥര് അവര് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നയിക്കുന്നത്. അവര് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നയിക്കുന്നത്. അത് നിങ്ങളെല്ലാം ഒളിപ്പിക്കാൻ വന്നേ, നിങ്ങളെല്ലാം ഒളിപ്പിക്കാൻ വന്നേ. അവർക്ക് ജീവിക്കണ്ടേട്ടാ, അവർക്ക് ജീവിക്കണ്ടേ. പിന്നെ ആരെടുത്താ പറയണ്ടേ? നിങ്ങളെല്ലാം പേപ്പർ നിങ്ങളോടല്ലേ പറയണ്ടേ, നിങ്ങളോടല്ലേ പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.